ശ്രീ രാഹുൽ ഈശ്വർ, താങ്കൾക്ക് കൂടിയുള്ള ചോദ്യമാണത്. താങ്കൾക്ക് നേരെയുള്ള ആരോപണം കൂടിയാണത്. ഇന്നിപ്പോൾ സുപ്രീം കോടതിയിൽ അതിശക്തമായ വാദമുഖങ്ങൾ എല്ലാവരും മുന്നോട്ട് വെച്ചു. അതിൽ ഏറ്റവും കൂടുതൽ സമയം സർക്കാരിനും ദേവസ്വം ബോർഡിനും കിട്ടി. കൃത്യമായ നിലപാട് അവിടെ അറിയിച്ചു. ദേവസ്വം ബോർഡിന് ഒരു നിലപാടില്ല എന്ന് ഇനി നിങ്ങൾക്കടക്കം പറയാൻ പറ്റില്ല. ദേവസ്വം ബോർഡ് നിലപാടുണ്ട്. അത് കൃത്യമായും യുവതീ പ്രവേശനം സാധ്യമാക്കണം, യുവതീ പ്രവേശനത്തിനെ അനുകൂലിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ്. രണ്ട് കാര്യങ്ങളാണ് ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞാൽ വളരെ കറക്റ്റാണ്. ദേവസ്വം ബോർഡ് ഒരു സ്വതന്ത്ര ഏജൻസിയും അങ്ങനെ നിൽക്കേണ്ടതുമാണ്. പക്ഷേ ദൗർഭാഗ്യവശാൽ ഇന്ന് സർക്കാരിനേക്കാൾ, അതായത് ആർത്തവത്തിന്റെ അടിസ്ഥാനത്തിലാണ് മനുഷ്യകുലം നിൽക്കുന്നതെന്ന് അടക്കം പൊതുവെ ഗവൺമെന്റ് അതാണ്. പക്ഷേ ലൈംഗികതയുടെ അടിസ്ഥാനത്തിലാണ് മനുഷ്യകുലം നിൽക്കുന്നത്. അതുകൊണ്ട് അമ്പലത്തിലുള്ള ലൈംഗികത പറ്റുമെന്ന് പറയാൻ കഴിയുമോ? അപ്പോൾ ഇതൊക്കെ വളരെ ബ്രോഡായിട്ടുള്ള മദർഹുഡ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. അത് ദേവസ്വം ബോർഡിൻ്റെ അകത്ത് വന്നാൽ എനിക്ക് വേദന തോന്നി. ഇപ്പോൾ സർക്കാർ പറഞ്ഞാൽ പ്രശ്നമില്ലായിരുന്നു, കാര്യം അതൊരു ലെഫ്റ്റ് ലിബറൽ അപ്രോച്ചാണ്. ഞങ്ങൾക്ക് അതിനോട് ബഹുമാനമുണ്ട്, വിയോജിപ്പുണ്ടെങ്കിലും. പക്ഷേ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്ത് നിന്ന് വന്നത് ഞെട്ടൽ തോന്നി. അതിനുശേഷം ദേവസ്വം പ്രസിഡന്റ്, നമുക്കെല്ലാം അറിയാം, അദ്ദേഹം ഒരു ഭക്തനാണ്, വിശ്വാസിയാണ്. അദ്ദേഹത്തിൻ്റെ നിലപാട് കുറെ കൂടെ മയപ്പെടുത്തിയതായിരുന്നു അറ്റ്ലീസ്റ്റ് TV കണ്ടതെങ്കിലും. പക്ഷേ യഥാർത്ഥത്തിൽ ശബരിമല അയ്യപ്പനെ വാദിക്കേണ്ടിയിരുന്നത്, ശബരിമല അയ്യപ്പന് വേണ്ടി ശക്തിയുക്തം പ്രതിരോധം തീർക്കേണ്ടിയിരുന്നത് ദേവസ്വം ബോർഡാണ്. അവരതിൽ പരാജയപ്പെട്ടു. കാര്യം ദേവസ്വം മെമ്പർമാർ പ്രതിജ്ഞ എടുത്ത് കയറുന്നത് അമ്പലങ്ങളുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും സംരക്ഷിച്ചു കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ടാണ്. ദേവസ്വം ബോർഡ് വേണ്ട രീതിയിൽ അത് ചെയ്തില്ല എന്ന് അത് ചരിത്രത്തിൽ എഴുതപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഞങ്ങൾക്കെല്ലാം വേദനയും വിഷമവും ഉണ്ടായ കാര്യമാണ്. കാര്യം ആ വിശ്വാസികൾക്ക് വേണ്ടി ദേവസ്വം ബോർഡ് വേണ്ട രീതിയിൽ അവരുടെ നിലപാട് ആർജവത്തോടെ പറഞ്ഞില്ലെന്ന് മാത്രമല്ല, എതിർഭാഗം എന്ന് പൊതുവെ വിവക്ഷിക്കുന്ന ഭാഗത്തിന് വേണ്ടി അവരെക്കാൾ ശക്തമായി പറയുകയും ചെയ്തു. അതിനുശേഷം ദേവസ്വം പ്രസിഡന്റ് മറ്റൊരു സ്വരത്തിലാണ് കാര്യങ്ങൾ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ വിശ്വാസി ഞങ്ങൾ ബഹുമാനിക്കുന്നു, ഒരുപക്ഷെ ഏതെങ്കിലും രീതിയിലുള്ള സമ്മർദ്ദങ്ങളാകാം. പക്ഷേ വിശ്വാസികൾ തീർച്ചയായും ഇത് അല്ലെങ്കിൽ മറ്റൊരു ഓർഡിനൻസ് റൂട്ട്, ഈ രണ്ട് രീതിയുമുണ്ട്. ശ്രീ KC വേണുഗോപാലിനെ പോലെ മുതിർന്ന ഒരു കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിജി ഇരിക്കുന്ന സമക്ഷത്തിൽ തന്നെ പറയുകയുണ്ടായ ഒരു നിയമനിർമ്മാണത്തെക്കുറിച്ച് ചിന്തിക്കണമെന്ന്. ശ്രീ അമിത്ഷാ അടക്കം വന്ന് വളരെ ശക്തിയുക്തം അതിനുവേണ്ടി, അല്ലെങ്കിൽ ഒരു ശബരിമല വിഷയത്തെ അനുകൂലിക്കുകയും പ്രധാനമന്ത്രി 3 തവണ ശബരിമല വിഷയത്തെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. അതിൽ ഇന്ദു മൽഹോത്രയുടെ വെർഡിക്റ്റിനെ എടുത്തു പറഞ്ഞ് അതിനെ ഹൈലൈറ്റ് ചെയ്യുകയും ഉണ്ടായി. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നെങ്കിൽ കോടതി വഴി അല്ലെങ്കിൽ ഒരു ഓർഡിനൻസോ നിയമനിർമ്മാണമോ വഴി ഈ വിഷയം പരിഹരിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. എപ്പോഴത്തേക്ക് വിധി വരുമെന്ന് അറിയില്ല. പക്ഷേ ഇപ്പോൾ ഒരു 50-50 നിൽക്കുകയാണ്. ഒരു കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വീഴാം, ഏത് രീതിയിൽ പോകുമെന്ന് അറിയില്ല. പക്ഷേ രണ്ട് കാര്യങ്ങളിൽ സന്തോഷമുണ്ട്. ഒന്ന്, നൈഷ്ഠിക ബ്രഹ്മചര്യം എന്ന കോർ ആംഗിൾ, അതായത് ഡിനോമിനേഷനേക്കാൾ, ബാക്കി എല്ലാ കാര്യങ്ങളെക്കാൾ, പീരീഡ്സിനേക്കാൾ, മെൻസ്ട്രേഷനേക്കാൾ, വിശ്വാസികൾ എന്ന് പറയുന്നതിനേക്കാൾ DT ഈസ് റൈറ്റ് എന്നുള്ള ഞങ്ങളുടെ കോർ പോയിന്റ് 4 മുതിർന്ന അഭിഭാഷകർക്ക് പറയാൻ കഴിഞ്ഞു എന്നുള്ളൊരു സന്തോഷമുണ്ട്. കാര്യം മുമ്പ് ആരെയും കുറ്റപ്പെടുത്താനല്ല, മുമ്പുള്ള പ്രധാന അഡ്വക്കേറ്റ് വാദിച്ചിരുന്നവരോട് ഞങ്ങൾ കാല് പിടിച്ച് പറഞ്ഞിട്ടും അദ്ദേഹം ഡിനോമിനേഷൻ ആംഗിളെ വാദിച്ചുള്ളൂ. പക്ഷേ ഇന്ന് DT ഈസ് റൈറ്റ്, നൈഷ്ഠിക ബ്രഹ്മചര്യയുടെ കാര്യമടക്കം ശക്തിയുക്തം വാദിച്ചു. ആ വാദങ്ങൾ സുപ്രീം കോടതി കേൾക്കുമെന്നാണ് പ്രതീക്ഷ. കേട്ടില്ലെങ്കിൽ ഒരുപക്ഷെ നമുക്ക് 5 അംഗ ബെഞ്ചിന്റെ വിധിയാണ് ഒരുപക്ഷെ. നിങ്ങൾ എല്ലാവരും തന്നെ ഒരേ കാര്യങ്ങൾ ആവർത്തിക്കുകയായിരുന്നു. അവസാനം ചീഫ് ജസ്റ്റിസ് നമുക്ക് പുതിയ കാര്യങ്ങൾ പറയാൻ പറ്റില്ലല്ലോ. അല്ല, പുതിയ കാര്യം എന്താ? ഒരു കേസിൽ എന്താ ഈ പുതിയ കാര്യം ഉണ്ടാകുക? റിവ്യൂ എന്ന് പറയുന്നത് പൊതുവെ ഈ പുതിയ കാര്യം ഒന്ന് ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും ശ്രദ്ധിക്കപ്പെടാത്ത പോയിന്റ് ഹൈലൈറ്റ് ചെയ്യുക. അതാണ് ഈ റിവ്യൂവിൽ നമ്മൾ പുതിയ പോയിന്റ് ഒന്ന് ഉദ്ദേശിക്കുന്നത്. അല്ല ഇതുവരെ ഇല്ലാത്ത പുതിയൊരു പോയിന്റ് പറയുകയല്ല, ഓൾറെഡി ശ്രദ്ധിക്കപ്പെടാതെ കിടന്നൊരു കാര്യം. അതുകൊണ്ടാണ് ശ്രീ അഭിഷേക് മനു സിംഗ് അടക്കം, പരാശരൻ സാർ അടക്കം, ഗിരി സാർ അടക്കം ഇന്ദു മൽഹോത്രയുടെ വെർഡിക്റ്റിൽ വേണ്ട രീതിയിൽ പ്രതിപാദിക്കപ്പെട്ട DT ഈസ് റൈറ്റ് അടക്കമുള്ള കാര്യങ്ങളെ ഹൈലൈറ്റ് ചെയ്തു. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഡിനോമിനേഷൻ റൈറ്റ് ആരും വാദിച്ചില്ല, വേണ്ട രീതിയിൽ അത് വാദിച്ചില്ല. കാര്യം ഡിനോമിനേഷൻ റൈറ്റ് തന്നുകൊണ്ടാണ് ഇന്ദു മൽഹോത്രയുടെ വെർഡിക്റ്റ് വന്നത്. കാര്യം ഞങ്ങളുടെ അടക്കമുള്ള ഫോക്കസ് കഴിഞ്ഞ പ്രാവശ്യമേ എടുത്ത തീരുമാനമാണ്, ലീഗൽ സ്ട്രാറ്റജി DT ഈസ് റൈറ്റിലേക്ക് ഫോക്കസ് ചെയ്യും. പരമാവധി ഷാർപ്പായി ഞങ്ങളത് വെക്കും. ആ DT ഈസ് റൈറ്റിനെ ഡിനേ ചെയ്യാൻ കോടതിക്കാവില്ല എന്നുള്ള പ്രതീക്ഷയിലാണ്. ചിലപ്പോൾ ഡിനേ ചെയ്യുമായിരിക്കാം. പക്ഷേ ആ പ്രതീക്ഷയിൽ ദേവതയുടെ അവകാശങ്ങൾ എന്ന ഇന്ത്യൻ ഭരണഘടന ഉറപ്പു തരുന്ന, വ്യത്യസ്ത വിധിന്യായങ്ങൾ ഉറപ്പു തരുന്ന കാര്യം ചൂണ്ടിക്കാണിക്കും. പക്ഷേ ഒറ്റ വിഷമം മാത്രം, ദേവസ്വം ബോർഡിന്റെ ഏറ്റവും വലിയ വരുമാനം വരുന്ന ഈ 1200 ക്ഷേത്രങ്ങളെ നിലനിർത്തുന്ന അയ്യപ്പൻ നൈഷ്ഠിക ബ്രഹ്മചാരിയാണെന്ന് പറഞ്ഞില്ല എന്നുള്ളൊരു വിഷമം എന്നും ഇവിടെ കിടക്കും. ആ നൈഷ്ഠിക ബ്രഹ്മചാരിയാണെന്ന് പറഞ്ഞു പോലുമില്ല. പറഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ പറഞ്ഞിരുന്നെങ്കിലും കുഴപ്പമില്ല. പക്ഷേ അയ്യപ്പന്റെ ഭാഗത്ത് നിന്ന് അയ്യപ്പന് വേണ്ടി ഒരു വാദഗതി പറഞ്ഞില്ല. അതോടൊപ്പം ഒരു വിഷയം കൂടി, NSSലെ സുകുമാരൻ നായർ സാർ അടക്കം പറഞ്ഞു, ഞങ്ങൾ കാല് പിടിക്കാൻ തയ്യാറാണ് ആരുടെയും. അദ്ദേഹത്തിന്റെ തന്നെ പ്രസ്താവനകളാണ്. കൊടിയേരി സഖാവിനെ വിളിച്ച് അദ്ദേഹത്തെക്കാൾ പ്രായം കുറഞ്ഞ സുകുമാരൻ നായർ കാല് പിടിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. വിശ്വാസികളുടെ വികാരങ്ങളെ സംരക്ഷിക്കും. വിശ്വാസികളുടെ വികാരമാണെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ സാർ വനിതാ ഏറ്റവും ആളെ കൂട്ടിയ